ഒരേ സമയം താരമായിരിക്കുകയും താരപുത്രനായിരിക്കുകയും ചെയ്യുക എന്ന മഹാഭാഗ്യം താങ്കൾക്ക് സിദ്ധിച്ചു. ഇടക്കാലത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തുകയാണ്. പുതിയ പ്രോജക്റ്റുകൾ ഇതൊക്കെയാണ്. കളിയോടെന്ന് പറഞ്ഞൊരു പടം ഇപ്പം കഴിഞ്ഞു. ഡയറക്റ്റഡ് ബൈ നാസർ അസീസ്. പിന്നെ മിസ്റ്റർ വിജി തമ്പിയുടെ 50-50 എന്ന് പറഞ്ഞ ചിത്രം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യന്ത്ര മീഡിയയുടെ ശ്യാം സുന്ദറിൻ്റെ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതിലുണ്ട്. നിഷ, പാട്ട്, മാപ്പിളപ്പാട്ട് വല്ലതും രണ്ടുപേരി? അങ്ങനെ പാടാറില്ല, എന്നാലും കേൾക്കാറേ ഉള്ളൂ. ഈ റംസാൻ ദിനത്തിൽ പ്രേക്ഷകരോടുള്ള സന്ദേശം? കേരളി പ്രേക്ഷകർക്കെല്ലാം എൻ്റെ റംസാൻ ആശംസകൾ. അശ്വമേധം കാണാറുണ്ട്. ഇഷ്ടമാണ്. വെരി ഗുഡ്. ആൻഡ് ഈസ് ഇറ്റ് അപ്ലോഡ് സർ? അംഗീകരിച്ചു. സ്വാഗതം ചെയ്യാം ഈ താരത്തിനെ, ഈ താരപുത്രനെ. സഹിഷ്ണുതയുടെയും പോരാട്ടത്തിൻ്റെയും ഭാഷ ഒരേ സമയം ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച മഹത്തായ റംസാൻ്റെ ഈ അനുസ്മരണ നാളിൽ ശ്രീ ഷാനവാസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്. ഇന്ത്യൻ അല്ല, ഏഷ്യൻ അല്ല, യൂറോപ്യൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. 1950 ശേഷം മരണം? ഇല്ല. 1900 ശേഷം മരണം? ഇല്ല. അല്ല, 1800 ശേഷം മരണം? ഇല്ല. ബ്രിട്ടൻ, ഗ്രീസ്, ഫ്രാൻസ്, ജർമ്മനി എന്നിവയിലൊന്ന്? അല്ല. ഇറ്റലി? ഓക്കെ. 10 ചോദ്യങ്ങൾ. യജ്ഞം. സാധാരണഗതിയിൽ മരണം? നോ. പടയാളി, രാജാവ്, രാഷ്ട്രീയം? പടയാളി. ഡാഗേർഡ് ഇൻ ടു ഡെത്ത്, കഠാര കൊണ്ട് മരണം? നോ. നോ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു? നോ. നോ. ജൂലിയസ് സീസറിന്റെ കാലത്ത് ജീവിച്ചിരുന്നു അദ്ദേഹം? യെസ്. Any part of his name starts with B? No. 16 ചോദ്യങ്ങൾ. രാജസൂയ. പ്രഭാഷണ കലയിൽ പ്രശസ്തി നേടിയിട്ടുണ്ട്? മീനിങ്? പ്രസംഗകൻ എന്ന രീതിയിൽ പ്രശസ്തനാണ്? അല്ല. അല്ല എന്നാണ്. ആണ്. അതായത് ചരിത്രത്തെ മാറ്റിമറിച്ച പ്രസംഗം അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടോ എന്നാണ്. Any part of his name starts with M? Yeah. Yes? Yes. Any part of his name starts with A? Yes. I didn't come to praise Caesar, Romans and countrymen, I came to bury Caesar. Thrice I offered him the crown and thrice he refused it. And tell me, was Caesar ambitious? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസംഗം ആണിത്. ഞാൻ സീസറിനെ പുകഴ്ത്താനല്ല വന്നത്, സീസറിനെ ശവസംസ്കാരം കർമ്മത്തിൽ പങ്കുചേരാനാണ്. 3 തവണ ഞാൻ സീസറിന് കിരീടം വാഗ്ദാനം ചെയ്തു. 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. സീസർ സ്വാർത്ഥനായിരുന്നു. സീസറിനെ വധിച്ചതിന് ശേഷം ബ്രൂട്ടസും കാഷ്യസും അടങ്ങുന്ന സംഘം സീസറിൻ്റെ ശവസംസ്കാരം നടത്തുകയും സീസറിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച ജനക്കൂട്ടം ബ്രൂട്ടസിനെയും മറ്റും അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു നിമിഷത്തിൻ്റെ അബദ്ധത്തിൽ ബ്രൂട്ടസ് അനുവദിച്ചു ആൻ്റണിയെ സംസാരിക്കാൻ ബ്രൂട്ടസ് അനുവദിച്ചു. ആ ഒരു നിമിഷത്തിൻ്റെ ആനുകൂല്യത്തിൽ മാർക്ക് ആൻ്റണി സംസാരിച്ചു. ഐ കെയിം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം.
Thrice I offered him the crown and thrice he refused it. Was Caesar ambitious? ഒടുവിൽ ഫിലിപ്പി മലനിരകളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നത് ബ്രൂട്ടസും കൂട്ടുകാരും. വിജയം വരിച്ചത് മാർക്ക് ആന്റണി എന്ന ലോകത്തിൽ പ്രഭാഷണ കലയുടെ പിതാക്കളിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടാവുന്ന ധീരനായ വ്യക്തിയുടെ നാവ്. പിന്നീട് ഈജിപ്തിലെ ക്ലിയോപാട്ര എന്ന സൗന്ദര്യ ധാമത്തിൻ്റെ കാന്തിക വലയത്തിൽ പെട്ടുപോയി എങ്കിലും ലോകചരിത്രത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നും ഒക്ടേവിയൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന മാർക്ക് ആന്റണി. സോ ഇസ് ഇറ്റ് മാർക്ക് ആന്റണി? Yes. And Nisha, please. ഒരുപാട് ഉപഹാരങ്ങൾ ഇന്ന് താങ്കളെ തേടിയെത്തുന്നു. ആദ്യമായി അശ്വമേധത്തിൻ്റെ